കോഴിക്കോട് അത്തോളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിക്ക് റാഗിങ്ങിന്റെ പേരിൽ ക്രൂരമർദ്ദനമെന്ന് പരാതി. സീനിയർ വിദ്യാർത്ഥികൾ പാട്ടുപാടാനും ഡാൻസ് ചെയ്യാനും നിർബന്ധിച്ചു. ഇതിന് തയ്യാറാകാതിരുന്നതോടെ സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥിയുടെ പരാതി. ഇടവഴിയിൽ വെച്ച് അടിച്ചു വീഴ്ത്തി നിലത്തിട്ട് ചവിട്ടിയെന്നും പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി മുഹമ്മദ് ഷംസീർ ചേരുന്നുണ്ട്. ഷംസീർ, എപ്പോഴാണ് ഈ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത്? പരാതി നൽകിയെന്ന് പറയുന്നു. എന്തെങ്കിലും നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? അക്ഷയ, ജൂലൈ 10-ാം ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അത്തോളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കാണ് റാഗിങ്ങിന്റെ പേരിൽ ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഈ സ്കൂൾ വിട്ട സമയത്ത് ആദ്യം ഗ്രൗണ്ടിൽ വെച്ച് സംഘം ചേർന്നൊരു വിദ്യാർത്ഥി കൂട്ടം പിടിച്ചുകൊണ്ടു പോവുകയും സ്കൂളിനടുത്ത് ഇടവഴിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. ആദ്യം അടിച്ചു വീഴ്ത്തുകയും പിന്നീട് തലയ്ക്കും നെഞ്ചത്തും വയറ്റിലുമെല്ലാം ഷൂ ഇട്ട് ചവിട്ടുകയും ചെയ്തുവെന്നാണ് വിദ്യാർത്ഥി ഈ പരാതിയിൽ പറയുന്നത്. വലിയ പരിക്കേറ്റ വിദ്യാർത്ഥി ആദ്യം അടുത്തുള്ള ക്ലിനിക്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നു. വിദ്യാർത്ഥിക്ക് ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് വിദ്യാർത്ഥിയുടെ കുടുംബം വ്യക്തമാക്കുന്നത്. ഈ സംഭവത്തിൽ ഈ സ്കൂളിലും ഒപ്പം തന്നെ അത്തോളി പോലീസിലും രക്ഷിതാക്കൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പാട്ട് പാടാനും ഒപ്പം തന്നെ ഡാൻസ് ചെയ്യാനും ഇതിന് മുമ്പൊരു ദിവസം സീനിയർ വിദ്യാർത്ഥികൾ നിർബന്ധിച്ചിരുന്നുവെന്നും അതിന് വഴങ്ങാത്തതിനെ തുടർന്നാണ് ഈ തരത്തിൽ മർദ്ദനമേൽക്കേണ്ടി വന്നതെന്നുമാണ് വിദ്യാർത്ഥി പറയുന്നത്. ഈ വിദ്യാർത്ഥി ലക്ഷ്യം വെച്ചുകൊണ്ട് പിന്നീട് ഒരു ദിവസം മർദ്ദിക്കുന്ന സ്ഥിതി ഉണ്ടായി എന്നും വിദ്യാർത്ഥി പറയുന്നുണ്ട്. മാത്രമല്ല മറ്റു ചിലരെ കൂടി നോക്കി വെച്ചിട്ടുണ്ടെന്ന് സീനിയർ വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും വിദ്യാർത്ഥി പരാതിയിൽ പറയുന്നുണ്ട്. ശരി, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് മുഹമ്മദ് ഷംസീറാണ്.